ഞാൻ ഡോക്ടർ അശ്വതി. ഞാൻ നൈൽ ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റാണ്. നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് സർവൈക്കൽ ക്യാൻസറും അതിനോടനുബന്ധിച്ചുള്ള HPV വാക്സിനെ കുറിച്ചാണ്. സർവൈക്കൽ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ സെക്കൻഡ് മോസ്റ്റ് കോമൺ ക്യാൻസർ ആണ്. ഓരോ 50 മിനിറ്റും ഒരാൾ അല്ലെങ്കിൽ ഒരു സ്ത്രീ സർവൈക്കൽ ക്യാൻസർ മൂലം മരണപ്പെടുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ ഇത്രയും അധികം മരണനിരക്കുള്ള സർവൈക്കൽ ക്യാൻസറിനെതിരെ ഒരു വാക്സിൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് എത്ര നല്ല കാര്യമാണ് അല്ലേ? സോ ഓൾവേസ് പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ. So cervical cancer, 99% of the cervical cancers HPV, human papilloma virus എന്നുള്ള ഒരു വൈറസ് ബാധ മൂലമാണ് ഉണ്ടാകുന്നത്. HPV വൈറസിന് 4 സ്ട്രെയിനുകളാണ് ഇമ്പോർട്ടൻ്റ്ലി ഉണ്ടാകുന്നത്. അതായത് 6, 11, 16, 18. ഇതിൽ 4-നെതിരെയും നമുക്ക് വാക്സിൻ ലഭ്യമാണ്. അപ്പോൾ ഈ സ്ട്രെയിൻസ് ഫീമെയിൽസിൽ സർവൈക്കൽ ക്യാൻസേഴ്സ് മാത്രമല്ല ഉണ്ടാക്കുന്നത്, മെയിൽസിലായാലും ഫീമെയിൽസിലായാലും, അതായത് ആണുങ്ങളിലും പെണ്ണുങ്ങളിലും ഏനൽ ക്യാൻസർ, പീനൈൽ ക്യാൻസർ, ഓറോഫെറിഞ്ചിയൽ ക്യാൻസേഴ്സ് എന്നിവയുള്ളത് ആണുങ്ങളിലും പെണ്ണുങ്ങളിൽ ജെനിറ്റൽ വാർഡ്സ്, ഓറോഫെറിഞ്ചിയൽ ക്യാൻസേഴ്സ്, സർവൈക്കൽ ക്യാൻസേഴ്സും ഉണ്ടാക്കുന്നു. അപ്പോൾ നമുക്ക് സർവൈക്കൽ ക്യാൻസറിനെതിരെയുള്ള വാക്സിൻ കുറേ ബ്രാൻഡ്സ് ലഭ്യമാണ്. ഗാഡാസിൽ, സെർവാരിക്സ്, സെർവാവാക് എന്നിവയുള്ളതാണ് ഇപ്പോൾ നിലവിലുള്ള ബ്രാൻഡ്സ്. അപ്പോൾ നമുക്ക് എടുക്കാവുന്ന ഏതൊക്കെ ഏജ് ഗ്രൂപ്പ്സിലാണ് സർവൈക്കൽ ക്യാൻസർ വാക്സിൻ അല്ലെങ്കിൽ HPV വാക്സിൻ എടുക്കാവുന്നത്? 9 to 15 എല്ലാവരും ശ്രദ്ധിക്കുക. 9 മുതൽ 15 വയസ്സ് വരെ എല്ലാ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും HPV വാക്സിൻ എടുക്കാവുന്നതാണ്. 2 ഡോസാണ്, 0 months ആൻഡ് 6 months. ആൻഡ് HPV വാക്സിൻ 15 മുതൽ 40 വയസ്സ് വരെ, മോസ്റ്റ്ലി 25 വയസ്സ് വരെയാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ എഫിക്കസി ഉള്ളത്. 40 വയസ്സ് വരെയും എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ 15 വയസ്സ് മുതൽ പക്ഷേ അത് 3 ഡോസാണ്. അതായത് 0 month, അതായത് നമ്മൾ എടുക്കുന്ന മാസം, അത് കഴിഞ്ഞുള്ള 1ാമത്തെ അല്ലെങ്കിൽ 2ാമത്തെ മാസം 1 or 2 month, പിന്നെ 6th month, അതായത് നമ്മൾ എടുക്കുന്ന മാസത്തിൽ നിന്ന് 6ാമത്തെ മാസം, ആ മാസമാണ് 6th month എന്ന് പറയുന്നത്. അപ്പോൾ 3 ഡോസാണ് 15 വയസ്സ് മുതൽ എടുക്കുന്നവർക്ക്. 9 മുതൽ 15 വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും 2 ഡോസാണ് ഉള്ളത്. HPV വാക്സിൻ ഈ ക്യാൻസേഴ്സ് അല്ലെങ്കിൽ ജെനിറ്റൽ വാർഡ്സ് പ്രിവെന്റ് ചെയ്യുന്നതിൽ 98 മുതൽ 99% വരെ ഉപയോഗപ്രദമായി കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇത്രയും അധികം മരണനിരക്കുള്ള അല്ലെങ്കിൽ ഇത്രയും അധികം എല്ലാവരെയും കൊല്ലാൻ തകരാറുള്ള ഈ ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് ഇത്രയും നല്ലൊരു വാക്സിൻ ഉള്ളപ്പോൾ നമ്മൾ എന്തിന് അതിന് വിമുഖത കാണിക്കണം? എല്ലാവരും മുന്നോട്ട് വന്ന് നമ്മൾ കുട്ടികൾക്ക് എടുക്കുന്ന BCG, MMR എന്നിവയുള്ള വാക്സിനുകൾ പോലെ തന്നെ HPV വാക്സിനും എടുക്കുക. നിങ്ങളെയൊക്കെ തന്നെ എല്ലാ HPV പോസിറ്റീവ് ആയിട്ടുള്ള ക്യാൻസേഴ്സിൽ നിന്നും, പ്രൈമറി സർവൈക്കൽ ക്യാൻസറിൽ നിന്നും മുക്തരാക്കുക.